ആലപ്പുഴ പുന്നപ്ര പട്ടണമടത്തിൽ സജി ജമാലിന്റെ കല്യാണം കഴിഞ്ഞ് വധുവും വരനും എത്തിയപ്പോൾ സുഹൃത്തുക്കൾ നൽകിയ സ്വീകരണമാണ് ഇനി കലൈഡോസ്കോപ്പിന്റെ കാഴ്ചകൾ എത്തുന്നത്. സാധാരണഗതിയിൽ മലബാറിലാണ് ഇത്തരം കല്യാണ സ്വീകരണങ്ങൾ നടക്കാറ്. എന്നാൽ ഇതാ മലബാർ മോഡലിൽ സുഹൃത്തുക്കൾ ആദിവാസി നൃത്തം ചെയ്തുകൊണ്ടാണ് വധുവിനെയും വരനെയും സ്വീകരിച്ചത്. അങ്ങനെ ആദിവാസി നൃത്തവും വെടിക്കെട്ടുമായിട്ടാണ് ഈ ചെറുപ്പക്കാരനെ സുഹൃത്തുക്കൾ കല്യാണം കഴിഞ്ഞ് സ്വീകരിച്ചത്. ആലപ്പുഴയിലായതുകൊണ്ടും കുഴപ്പമില്ല. കോട്ടയത്തെങ്ങാണോ ആണെങ്കിൽ പെണ്ണും കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു അപ്പാപ്പൻ 4 എണ്ണം അടിച്ചിട്ട് വന്ന് കാലുമടക്കി കൂട്ടുകാർക്കിട്ടടിക്കും. ഏതായാലും അതൊന്നും സംഭവിച്ചില്ല. ഒരു മലബാർ മോഡൽ കല്യാണം പുന്നപ്രയിൽ നടന്നു. കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരൊന്നൊന്നര കല്യാണം. അതാണ് ആലപ്പുഴ പുന്നപ്രയിൽ പട്ടരമഠത്തിലെ ചെറുക്കൻ സജി ജമാലിന്റെ കല്യാണത്തിന് കണ്ടത്. ചാത്തനാട് സ്വദേശിനി റുബീനയുമായി നിക്കാഹ് കഴിഞ്ഞ് പുതുമണവാളനായി വീട്ടിലേക്ക് എത്തിയ വരനെയും സംഘത്തെയും നടുറോഡിൽ തന്നെ സുഹൃത്തുക്കൾ സ്വീകരിച്ചു. മലബാർ മോഡൽ വിവാഹ സ്വീകരണമാണ് ഒരുക്കിയത്. ശിങ്കാരിമേളവും ആദിവാസി നൃത്തവുമായി സുഹൃത്തുക്കളുടെ വക ഒരു സ്നേഹപ്രകടനം. ദേശീയപാതയിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് നടന്നെത്താവുന്ന ദൂരമേയുള്ളൂ വരന്റെ വീട്ടിലേക്ക്. എന്നാൽ ശിങ്കാരിമേളവും ആദിവാസി നൃത്തച്ചുവടുകളും മുറുകിയതോടെ പുതിയാപ്ല വീടെത്താൻ 1 മണിക്കൂർ എടുത്തു. കെട്ടുകഴിഞ്ഞ ക്ഷീണത്തിൽ ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും കൂട്ടുകാർക്കൊപ്പം വരനും നൃത്തം തുടങ്ങി. ഇതോടെ തന്റെ ഭയം മാറിയെന്ന് ചാത്തനാട്ടെ പെങ്കൊച്ച് റുബീനയും പറയുന്നു. ഞങ്ങൾ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും കല്യാണം ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്യാറുണ്ട്, ഇങ്ങനെ ആഘോഷമാക്കി മാറ്റാറുണ്ട്. അതിന്റെ ഭാഗമായി എൻ്റെ കല്യാണം ആഘോഷമാക്കി മാറ്റി. മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞങ്ങളത് ആഘോഷപരമായി നടത്തി. പിന്നെ ചെറിയൊരു ടെൻഷൻ ഇല്ലാതിരിക്കില്ല. ഞങ്ങളുടെ അടുത്ത ആളുടെ കല്യാണത്തിന് ഞങ്ങൾ ഇതിലും വൈവിധ്യമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായി അത് നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. മലബാറിൽ സുഹൃത്തുക്കളുടെ ഇത്തരം ആഘോഷങ്ങൾ പലതും ക്രൂരമാവുകയാണ് പതിവ്. ചെറുക്കനും പെണ്ണിനും പണി കൊടുക്കുന്ന ക്രൂരകൃത്യങ്ങളാണ് സൗഹൃദത്തിന്റെ മറവിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴക്കാരായ കാർന്നോന്മാർക്ക് ഈ ആട്ടവും തുള്ളലും അത്ര പിടിച്ചില്ല. കോട്ടയത്തുകാരിയാണ് പെണ്ണെങ്കിൽ ഇത്തരം ഏർപ്പാട് കണ്ടാൽ പെണ്ണിന്റെ ഏതെങ്കിലും ഒരു അപ്പാപ്പൻ 2 എണ്ണം അടിച്ചിട്ട് വന്ന് കാലുമടക്കി അടിച്ചേനെ. ഏതായാലും ചെറുക്കനെ സ്വീകരിച്ചതോടെ സുഹൃത്തുക്കളുടെ കലാപരിപാടി അവസാനിച്ചു.